ഹായ് ഗൈസ്, നിങ്ങൾക്കേവർക്കും പുഴീസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കേരള PSCയിലേക്ക് മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ചെയ്തൊരു വീഡിയോ ധാരാളം വ്യൂസ് നേടി മുന്നേറുകയാണ്. നിങ്ങളേവരും തരുന്ന സപ്പോർട്ടിന് നന്ദി. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ദാറ്റ് മൊബൈൽ ഉപയോഗിച്ച് കേരള PSCയിലേക്ക് എങ്ങനെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കേരള PSCയിലേക്ക് ഏതെങ്കിലും നോട്ടിഫിക്കേഷനിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ അടുത്ത ഘട്ടം ഡോക്യുമെൻ്റ് അപ്ലോഡാണ്. സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റ്സ് നമ്മൾ PSCയുടെ സൈറ്റിലേക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൻ്റെയോ മറ്റ് കമ്പ്യൂട്ടർ സെൻറ്ററുകളുടെ സഹായം തേടുകയാണ് പതിവ്. നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് ഈസി ആയിട്ട് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എങ്ങനെ ഫോട്ടോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് 2 ആപ്ലിക്കേഷൻസ് ആവശ്യമാണ്. ആദ്യത്തേത് ക്ലിയർ സ്കാനർ, നമ്മുടെ ഫോട്ടോ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പ്ലേ സ്റ്റോറിൽ ക്ലിയർ സ്കാനർ എന്ന് കൊടുത്താൽ ആദ്യമേ വരുന്നത് ക്ലിയർ സ്കാനിൻ്റെ ആപ്പായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഫോട്ടോ എഡിറ്റർ ആപ്ലിക്കേഷനാണ്. ഫോട്ടോ എഡിറ്ററായിട്ട് ധാരാളം ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഫോട്ടോ എഡിറ്റർ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ താഴെയായിട്ട് ഫോട്ടോ എഡിറ്റർ, ഈ കാണുന്ന ലോഗോയോട് കൂടിയ ഫോട്ടോ എഡിറ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രോസസ്സ് നമ്മുടെ ക്ലിയർ സ്കാനർ ആപ്പ് ഓപ്പൺ ചെയ്യുക. ക്ലിയർ സ്കാൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ കാണുന്ന ക്യാമറ ബട്ടൺ, താഴെയായിട്ടൊരു ക്യാമറ ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ തെളിഞ്ഞു വരും. നമ്മുടെ സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെൻ്റ് തയ്യാറാക്കി വയ്ക്കുക. അതിനുശേഷം ക്യാമറ വളരെ വ്യക്തമായിട്ട് പിടിച്ചതിന് ശേഷം ക്യാപ്ചർ ചെയ്യുക. ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ ഡോക്യുമെൻറ്റിന് ചുറ്റുമായിട്ട് ഒരു ഹാൻഡിൽ പ്രത്യക്ഷപ്പെടും. നമ്മൾ ക്യാമറ ചരിച്ചാണ് പിടിച്ചതെങ്കിലും ഇതുപയോഗിച്ച് നമുക്ക് ഫോട്ടോയെ നിവർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ സ്കാനർ ഉപയോഗിച്ച് എടുത്തു കഴിയുമ്പോൾ ശരിക്കും ഒരു സ്കാനറിലെടുത്ത ഒരു എഫക്റ്റ് നമുക്കവിടെ കാണാൻ കഴിയും. ഓക്കെ ആണെങ്കിൽ നമുക്ക് ടിക്ക് ബാർ ഞെക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ആ ഫോട്ടോ നമ്മൾ സ്കാൻ ചെയ്ത ഡോക്യുമെൻ്റ് വന്നു. ശേഷം ആ ഇമേജ് സെലക്ട് ചെയ്യുക. അവിടെ ബോട്ടം റൈറ്റ് താഴെ വലത് സൈഡിലായിട്ട് ഒരു മോർ ബട്ടൺ ഉണ്ട്. അതിൽ ഞെക്കിയിട്ട് സേവ് ടു ഗാലറി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് നമ്മുടെ ഗാലറിയിലേക്ക് സേവായി കഴിഞ്ഞു. അടുത്ത ഘട്ടം നമ്മുടെ ഫോട്ടോ എഡിറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഗാലറി എന്ന ഓപ്ഷൻ കൊടുത്ത് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇവിടെ എൻ്റെ ക്ലിയർ സ്കാനർ എന്നുള്ള ഫോൾഡറിലാണ് ഫോട്ടോ ഉള്ളത്. അത് ഏത് ഡോക്യുമെൻ്റ് ആണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യണം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് PSC ആവശ്യപ്പെടുന്ന 100 KB സൈസിലേക്ക് ഫോട്ടോ മാറ്റുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൗൺലോഡിൻ്റെ ബട്ടൺ മേളിലുണ്ട്, അത് ഞെക്കുക. അതിനുശേഷം ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് താഴേക്ക് ആക്കുക. അതിനുശേഷം സൈസ് എത്രയാണെന്ന് നോക്കിയാൽ നമുക്ക് ഇപ്പോൾ ഈ ക്വാളിറ്റിയിൽ ഈ ഇമേജ് എത്ര സൈസ് ഉണ്ടെന്ന് അറിയാം. ഇപ്പോൾ ഈ കാണുന്ന ക്വാളിറ്റിയിൽ ഇമേജിന് 192, ലോ ക്വാളിറ്റി ആയിട്ട് പോലും 192 KB സൈസുണ്ട്. പക്ഷേ നമുക്ക് 100 KBയുടെ അകത്താണ് ഫോട്ടോ ആവശ്യം. അതിനുവേണ്ടി നമുക്ക് മോർ ബട്ടണിൽ ഞെക്കി റീസൈസ് എന്നൊരു ബട്ടണുണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും കുറയ്ക്കുകയാണ്. ഒരുപാട് കുറയ്ക്കരുത്, കുറച്ചതിന് ശേഷം നമുക്ക് ഇമേജിൻ്റെ സൈസ് എത്ര വരുന്നുണ്ട് എന്ന് നോക്കാം. വീണ്ടും മേളിൽ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ഞെക്കുക. ഇപ്പോൾ സൈസ് നോക്കുമ്പോൾ 106 KB ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരല്പം കൂടെ ചെറുതാക്കണം. ആ റീസൈസ് എടുത്ത് ഇനി ഒരല്പം കൂടെ ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മുടെ 100 KB എന്നുള്ള സൈസിൻ്റെ അവിടെ എത്തും. സോ വളരെ കുറച്ച് ചെറുതാക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ 70 KB ആണോ കാണിക്കുന്നത്, നമുക്ക് 100 KB വരെ ആകാം. സോ നമുക്ക് ക്വാളിറ്റി ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട. ഇനി ആ ക്വാളിറ്റി അല്പം നമ്മൾ കൂട്ടിക്കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസിൻ്റെ അടുത്ത് വന്നത്. ഇപ്പോൾ ഇതൊരു 97 KB കാണിച്ചിട്ടുണ്ട്. സോ നമുക്കിത് മതി. സേവ് ടു ഗാലറി കൊടുത്താൽ അത് ഗാലറിയിലേക്ക് സേവ് ആകും. അടുത്ത ഘട്ടമായിട്ട് PSCയുടെ ലോഗിൻ പേജ് ഓപ്പൺ ചെയ്യുക. യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് നമ്മുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുക.
അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് എന്ന പോർഷൻ കാണാൻ പറ്റും. നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ഏതെങ്കിലും ആണെങ്കിൽ താഴെ കാണുന്ന ജനറൽ സർട്ടിഫിക്കറ്റ്സ് എന്ന സെക്ഷനിൽ പോയിട്ട് ആ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്തതിന് ശേഷം സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് വരുമ്പോൾ അത് ആ സെക്ഷനകത്ത് കാണിക്കും. അവിടെ പോയിട്ട് പ്ലസ് ബട്ടൺ ഞെക്കിയാൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്റ് ബ്രൗസ് ചെയ്യേണ്ട സെക്ഷൻ വരും. അതിനകത്ത് ബ്രൗസ് ബട്ടൺ ഞെക്കിയ ശേഷം നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ എഡിറ്റർ എന്ന ഫോൾഡറിനകത്തായിരിക്കും ഈ ഇമേജ് സേവായി കിടപ്പുണ്ടാവുക. ഇനി അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന ബട്ടൺ ഞെക്കിയാൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ആവും. അതിൻ്റെ ഐക്കൺ, അതിന് ആ ഹെഡിങ്ങിന് താഴെ അതിൻ്റെ ഐക്കൺ കാണും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഇമേജ് കുറച്ചൊന്ന് വലുതാക്കി നോക്കാനുള്ള ഓപ്ഷൻ, സൂം ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയിൽ നമുക്കതവിടെ കാണാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രദ്ധിച്ച് മാത്രം അപ്ലോഡ് ചെയ്യുക. തെറ്റിപ്പോയാൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ നമ്മളൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൻ്റെ സഹായം തേടേണ്ടി വരും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.